ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപയുടെ അരികിലേക്ക് വരുന്ന രാഹുലിനെ രൂപ നല്ല സ്വീകരണം തന്നെയാണ് കൊടുത്തുവിടുന്നത്. അവനെ ഇത്രയും ദുഷ്ടതകൾ മാത്രം ചെയ്യുന്ന രാഹുലിന്റെ മുഖത്തേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷെ രാഹുൽ മുഖം തിരിക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തേക്ക് ആ ചൂടുവെള്ളം പതിയാതെ ദേഹത്ത് മുഴുവനും പൊള്ളുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്നും ആ ചൂടിൽ സഹിക്കാൻ പറ്റാതെ അവിടെ നിന്നും പെടയുകയാണ്. എന്തായാലും ആ ഒരു കാഴ്ച കണ്ട് രൂപ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം നിന്നെ എൻ്റെ മകൻ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ എൻ്റെ മകൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിരണിന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ രൂപ പറയാണ്, എന്തിനാണ് എൻ്റെ മകൻ നിന്നെ കൊന്നിട്ട് എൻ്റെ മകൻ എന്തിനാണ് ജയിലിൽ പോകേണ്ട ആവശ്യം, എൻ്റെ മകനെ നിനക്ക് ജയിലിൽ കിടത്താനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്തായാലും ശാരിയും പറയുന്നുണ്ട്, ഇയാൾ ഇവിടേക്ക് അടുപ്പിക്കേണ്ട, എൻ്റെ മോൾക്ക് ഇയാൾ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശാരിയും നല്ല രീതിയിൽ തന്നെയാണ് അയാളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാഹുലാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശാരി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇവനെ അടുപ്പിക്കേണ്ട, ഇവൻ പുറത്തിറങ്ങിയിട്ടുള്ളത് ആപത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയാണെങ്കിൽ ജോലിക്കാര്യങ്ങളിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം അവൾ ജോലിക്കൊന്നും വരാതിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ ചേച്ചിക്ക് വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ചും ഓരോ അമ്മയുടെ മരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കമ്പനിയിൽ വരാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി കാര്യങ്ങളൊക്കെ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന രാഹുല് സ്വന്തം മകളെ, അതായത് സരയുവിനെ കാണുകയാണ്. ആരും കാണാത്തൊരിടത്ത് വെച്ചിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ സമയത്താണെങ്കിൽ രാഹുല് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൾ എന്നെ വിശ്വസിച്ചോ, മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരിക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് മോളുടെ ഇഷ്ടപ്രകാരം തന്നെ കിരൺ തന്നെ മോളുടെ ഭർത്താവായി വരണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആ കല്യാണിയെ ഞാൻ ഇല്ലാതാക്കും. അവളുടെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയാണ്. അവളുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സരൈ പറയുന്നുണ്ട്, ആരും അറിയരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ രാഹുലാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. സരയും ആരും കാണാതെ അച്ഛനെ കണ്ട് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവളും അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണി സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെ ആരും തന്നെയില്ല, അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. വലിയൊരു ബിൽഡിങ്ങിലേക്കാണ് അവൾ പോകുന്നത്. അങ്ങനെ രാഹുലാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ, അതായത് ഇവളെ ഒരു ചാൻസ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു രാഹുൽ. അപ്പോൾ ആ സമയത്താണെങ്കിൽ കല്യാണി കാര്യങ്ങളൊക്കെ സരയുവിനോട് പറഞ്ഞിട്ടാണ്, ഓഫീസിലുള്ള സരയുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സൈറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ പോയിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ സരയുവിനോട് പറഞ്ഞ സമയം സരയു അതേ പ്രകാരം തൻ്റെ അച്ഛനെ വിവരം അറിയിക്കുകയാണ്. അവളിപ്പോൾ തന്നെ സൈറ്റിലോട്ട് ഇന്ന സ്ഥലത്തേക്ക് വരും, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളാൻ ഇങ്ങനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാഹുലാണെങ്കിൽ മുന്നേ കൂട്ടി തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കല്യാണി എത്തുന്നത്. കല്യാണിയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഒളിച്ചിരിക്കുന്നത് അറിയുന്ന പോലുമില്ല. അങ്ങനെ അവള് കാറിൽ അങ്ങനെ വന്നിറങ്ങുകയും അതിനുശേഷമാണെങ്കിൽ അവൾ മുകളിലേക്ക് കയറി വരികയും ചെയ്യുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഒരു പേപ്പറിൽ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പേപ്പറിൽ. ആ സമയത്ത് രാഹുൽ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആരുമില്ല, പണിക്കാരും ഇല്ലാത്തത് കാണുമ്പോൾ അവൻ ഓടിച്ചെന്ന്, അവളുടെ കയ്യിലൊരു കത്തിയുണ്ട് കേട്ടോ, അങ്ങനെ അവൻ ഓടിച്ചെന്ന് അവളുടെ പിന്നിലൂടെ പോയി ആ വാ പൊത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വാ പൊത്തിയതിന് ശേഷം അവളെ കൊല്ലാനുള്ള പരിപാടിയിലാണ്. അവളാണെങ്കിൽ ആരാണ് പുറകിൽ നിന്ന് തൻ്റെ മുഖം വായ പൊത്തിയതെന്നറിയാതെ അവളങ്ങനെ പെടഞ്ഞ് അവനെ ആ ഉള്ള ശക്തി മുഴുവനും എടുത്ത് അവനെ അങ്ങനെ എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് തെറിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ആജാനുബാഹു ആയിട്ടുള്ള ഈ രാഹുലിനെ അത്രയും ശക്തി എടുത്ത് തന്നെയാണ് കല്യാണി തള്ളി വിടുന്നത്. അങ്ങനെ അവൻ അവിടെ തള്ളി വീഴുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണി കാണുന്നത് ഈ പറയുന്ന ബഗാസുരനെയാണ്. അവളൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ഒട്ടും സമയം കളയാതെ നമ്മുടെ രാഹുൽ അവിടെ നിന്നും ചാടി എഴുന്നേൽക്കുകയും തൻ്റെ കയ്യിലുള്ള കത്തി അവളുടെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയും ചെയ്യുകയാണ്. അവള് വിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ തൊഴിലാളികൾ എത്തി അങ്ങനെ അവളെ രാഹുൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് പെട്ടെന്ന് തന്നെ കിരണിനെ കാര്യങ്ങൾ അറിയിച്ച് കിരൺ ഓടി വരികയും നമ്മുടെ കല്യാണിയെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക്, ആ ചോരയിൽ കുളിച്ച് അവൾക്ക് ബോധമൊക്കെ നഷ്ടപ്പെടുകയാണ്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. ഉടനെ തന്നെ ICUലേക്ക് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ട
കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ് ഡോക്ടർമാർ. കിരണാണെങ്കിലും പുറത്ത് നല്ല ടെൻഷൻ അടിച്ച് വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ആരാണ് ഇതിന്റെ പുറകിലെന്ന് സത്യത്തിൽ കിരണ് മനസ്സിലാകുന്നില്ല. ഗംഗപ്രസാദിനെ കൊന്നു, ഇനിയിപ്പോ പുറത്തുള്ളത് രാഹുലാണ്, അവനായിരിക്കും എന്നുള്ളൊരു സംശയത്തിന്റെ നിഴൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും കാര്യങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. ഈ പറയുന്ന ലക്ഷ്മിയമ്മയും കാർത്തികയും അതുപോലെ രൂപയും സരയു എല്ലാവരും അറിയുകയാണ്. എന്തായാലും സരയൊക്കെ ഭയങ്കര നാടകമാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. സരയൊക്കെ കിരണിന്റെ മുന്നിൽ അയ്യോ എന്താ പറ്റിയത് കല്യാണിക്ക് അയ്യോ എന്താ സംഭവിച്ചത് കിരണേ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് കല്യാണിന്റെ വിവരങ്ങൾ അറിയാൻ കിരണിനെ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താനാണ് അതിന്റെ പുറകിലെന്ന് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ. പക്ഷേ ഇങ്ങനെ ഒരു മനസ്സിലിരിപ്പ് സരയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഒന്നും പറയാറായിട്ടില്ല, ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് കല്യാണി ഉള്ളത് എന്നിങ്ങനെ കിരണോട് പറയുന്നത് കേൾക്കുമ്പോൾ കിരൺ ഞെട്ടിപ്പോവുകയാണ്. കല്യാണിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അതേ സമയത്ത് തൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വിഷമിച്ചിട്ട് പ്രകാശൻ വരികയാണ്. പ്രകാശൻ അങ്ങനെ ഐസിയിലേക്ക് പുറത്ത് വന്ന് നോക്കുകയാണ്. അപ്പോൾ മാസ്കൊക്കെ ധരിച്ചിട്ട് തൻ്റെ മകൾ കിടക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനു മുമ്പ് തനിക്ക് ഇങ്ങനെ ഒരു കുത്ത് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരളിന് കുത്ത് ഏറ്റിട്ടുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിക്ക്, അത് ഡോക്ടർ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ മകള് ഒരുപാട് കഷ്ടപ്പെട്ടതും പൈസ കൊണ്ടായിട്ടായാലും തൻ്റെ ജീവൻ തിരിച്ചെടുത്ത തൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ പ്രകാശൻ പൊട്ടിക്കരയുകയാണ് പുറത്ത് നിന്നിട്ട്. എന്തായാലും ധാരാണിത് ചെയ്തതെന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സരയുവിൻ്റെ അതായത് നമ്മുടെ കല്യാണിക്ക് ഇങ്ങനെ കുത്തു കിട്ടിയതിന് ശേഷം സരയുവിൻ്റെ ഭാഗത്ത് നിന്നും താരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളാണ് ഇതിൻ്റെ പുറകിലെന്ന്. കാരണം അവളുടെ ഭാഗത്ത് നല്ല സന്തോഷവും കാര്യങ്ങളും, അവളുടെ മുഖത്ത് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം താരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. എന്തായാലും താര അധിക നാൾ ഇവളുടെ ഈ കളിക്ക് കൂട്ടു നിൽക്കില്ല. താര പെട്ടെന്ന് തന്നെ കിരണിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ അപകടപ്പെടുത്തിയത് ഈ പറയുന്ന ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ബകാസുരൻ തന്നെയാണെന്ന് താര കിരണിനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് താരയ്ക്ക് സഹിക്കാൻ പറ്റില്ല. സ്വന്തം മകളെക്കാളും കൂടുതൽ സ്നേഹം ശരിക്കും കല്യാണിയോടാണ്. കല്യാണിയാണ് അമ്മയെ താരയെ ഇത്രയും നല്ല രീതിയിൽ നോക്കിയതും അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ കല്യാണി തന്നെയാണ്. അങ്ങനെ ഈ അവളുടെ മനസ്സിലിരിപ്പ് തൻ്റെ മകൾ തൻ്റെ കൈവിട്ടു പോവുകയാണ്. അവൾ ആദ്യത്തെ പോലെ തന്നെ ആ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് മനുഷ്യജന്മമല്ലാതെ മൃഗമായിക്കൊണ്ടിരിക്കുകയാണെന്ന് താര തിരിച്ചറിയുമ്പോൾ ആ ഒരു സത്യം കൂടിയും നമ്മുടെ താര കിരണിനെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ സരയുവിനെ ഇങ്ങനെ ഒരു ആഗ്രഹം, നിന്നെ മോനെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം അവൾക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവളും കൂട്ടു നിന്നിട്ടാണ് കല്യാണിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു സത്യം നമ്മുടെ താരയെ അറിയിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും കിരൺ അങ്ങനെ അതിനുശേഷം എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കല്യാണിക്ക് ഭേദമാകുന്നുണ്ട്. കല്യാണി എല്ലാവരോടും സംസാരിച്ച് തുടങ്ങുകയാണ്. എന്തായാലും കല്യാണി സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമായിരിക്കും ബകാസുരനാണ് തന്നെ കുത്തിയത് എന്നൊരു കാര്യം അവൾക്ക് ഓർമ്മ വന്നതിന് ശേഷം എല്ലാവരെയും അവൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബകാസുരനെ പരോളിൽ തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കിരണിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അടിയേറ്റ് വാങ്ങുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ സരയുവിന്റെ എല്ലാ പ്ലാനുകളും തകർക്കുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.